പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മിൽ വീണ്ടും ജനനം നടക്കണം. യോഹന്നാൻ 3:3 യേശു നിക്കോദേമോസിനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. തുടർന്ന് യേശു പറയുകയാണ്, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. എഫേസോസ് 2:1 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. ആത്മാവിൽ മരിച്ചവരായ നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. യേശു പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും ആണ് എന്ന്. നാം പാപം മൂലം മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ നാം രക്ഷിക്കപ്പെട്ടു. എങ്ങനെയാണ് നമ്മോട് ദൈവം സ്നേഹം കാണിച്ചത് അല്ലെങ്കിൽ കരുണ കാണിച്ചത്? യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യേശു നമ്മുടെ പാപഭാരങ്ങൾ ഏറ്റെടുത്ത് ജീവൻ നമുക്കായി ബലിയർപ്പിച്ചു. യേശുവിൻ്റെ തിരുരക്തമാണ് നമ്മുടെ പാപക്കറകളെല്ലാം കഴുകി നമ്മെ വിശുദ്ധീകരിക്കുന്നത്. യേശു നേടിത്തന്ന രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടണം. നമുക്ക് പാപബോധവും മാനസാന്തരവും ഉണ്ടാകണം. അപ്പോഴാണ് യേശുവിൽ നാം പുതിയ സൃഷ്ടിയായി മാറുന്നത്. അതാണ് വീണ്ടും ജനനം നടക്കുന്നത്. നമ്മിൽ വീണ്ടും ജനനം നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. യോഹന്നാൻ 14:18 യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയല്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. യോഹന്നാൻ 14:21 യേശു പറയുന്നു, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കുന്നു. യേശു തുടർന്ന് പറയുകയാണ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നാം പരിശുദ്ധാത്മാവിനാൽ നിറയണം. നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. നാം പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുകയും വേണം. അപ്പോഴാണ് നമ്മിൽ വീണ്ടും ജനനം നടക്കുന്നത്. റോമ 5:5 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ശക്തിപ്പെടാം. വീണ്ടും ജനനം നമ്മിൽ നടക്കുവാനായിട്ട് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.